ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും തിരക്ക് ക്രമാനുഗതമായി വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. നിലയ്ക്കൽ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് ഭക്തരെ പമ്പയിലേക്കും സന്നിധാനത്തേക്കും കയറ്റിവിടുന്നത്. ശ്രീകുമാരൻ ചേരുന്നു. ശ്രീത്ത്, നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെ പറ്റിയുള്ള വാർത്തകൾ നിറയും ദിവസങ്ങളാണ്. എങ്കിൽ കൂടിയും ഇവിടുത്തെ തീർത്ഥാടനത്തിന് ആദ്യ ദിവസങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ, ചെറുതല്ലായിരുന്നു ആ പ്രശ്നം, പക്ഷേ ആ പ്രശ്നം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ദിവസങ്ങൾ വളരെ ഗംഭീരമായി കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങനെ മുന്നോട്ടേക്ക് സമാധാനപൂർവ്വമായി പോവാണ് അല്ലേ ശ്രീത്? ഗുഡ് മോർണിംഗ്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. മരക്കൂട്ടം വരെ നീണ്ട ക്യൂ ആണ്. അത് ഇന്നലെയും ഇന്നും ഒക്കെയായി മരക്കൂട്ടം വരെ നീണ്ട ആ ഒരു വലിയ ക്യൂ നമുക്ക് കാണാമായിരുന്നു. നടപ്പന്തലും കടന്ന മരക്കൂട്ടം അത് ഏതാണ്ട് 1 കിലോമീറ്ററോളം ഉണ്ട് മരക്കൂട്ടത്തേക്ക് പിന്നെയും. പക്ഷെ അവിടെ വരെ നീണ്ട ഒരു ക്യൂ ആണ് പിന്നെയും കാണുന്നത്. എന്തായാലും വലിയ തിരക്ക്. അത് പുതുവത്സര ദിവസം, നമ്മൾ 31-ാം തീയതി രാത്രിയാണ് ഞാൻ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ആ സമയം മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസം, 14-ാം തീയതിയാണ് മകരവിളക്ക്. ഹാഷ്മിക്കറിയാം, പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണവും കൊണ്ട് ഘോഷയാത്ര 12-ന് പുറപ്പെടും. 14-നത് തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ എത്തിച്ചേരും. അപ്പോൾ അന്നാണ് മകരവിളക്ക്. മകരവിളക്കിന് മുന്നോടിയായി തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ മാത്രം 97,744, അതായത് 1 ലക്ഷം എന്നൊരു നമ്പറിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. 1 ലക്ഷത്തിന് താഴെ പോലീസ് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. മിനിറ്റിൽ ഏതാണ്ട് 72 അല്ലെങ്കിൽ 74 എന്നൊരു കണക്കിലേക്കാണ് പോലീസ് 18-ാം പടി കയറുന്ന ഇവരുടെ എണ്ണത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്. ശരാശരി കൃത്യം ഒരു മണിക്കൂറിൽ 4000 പേർക്ക് കയറുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കണക്ക് ഒരു 10 മണിയോടുകൂടി ഒരു പൂർണ്ണമായ ഒരു കണക്ക് പുറത്തു വരും. അപ്പോൾ ഈ 10 മണി വരെയുള്ള ഒരു കണക്ക് നമുക്ക് ലഭ്യമാക്കാനാകും. എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ പമ്പയിലും അതുപോലെ തന്നെ നിലയ്ക്കലിലും ഒക്കെ കൃത്യമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ അയ്യപ്പ ഭക്തർക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞു. എന്തായാലും ശബരിമലയിൽ കാര്യങ്ങൾ സ്മൂത്താണ്. പുതുവത്സരം 2026-ൽ അയ്യപ്പനെ തൊഴാൻ ഇനിയും കൂടുതൽ ആളുകൾ വരികയാണ്. വിവാദങ്ങളൊന്നും തന്നെ കാര്യമായ രീതിയിൽ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും അടക്കമുള്ള അയ്യപ്പ ഭക്തർ കൂട്ടമായി ശരണം വിളിച്ച് ശബരിമലയിലേക്ക് എത്തുകയാണ്. ഹാഷ്മി, ക്രിസ്റ്റീന. ശരി, എന്തായാലും ശ്രീജിത്തിന്റെയും ജീവിതം ഇങ്ങനെ ഭക്തിസാന്ദ്രമായി ശാന്തമായി പോകുന്നു എന്ന് കരുതുന്നു. ആതിര സുജിത്ത് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആതിര സുജിത്തിന്റെ ഹായ്. ഹായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.